ഹലോ കിലടല്ലേ. അപ്പോൾ നമ്മൾ കുറേ കിലടല വീഡിയോ എടുത്തിട്ട് അത് സംഭവം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കിനിടയിൽ പെട്ടു കിലടല്ലേ. അപ്പോൾ സംഭവം നമ്മളിപ്പോൾ തിരിച്ച് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ ടാറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ടാറ്റു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടാവും. കുറേ എണ്ണം പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരു സ്ഥലത്തിന് ഏകദേശം 2-3 ഉണ്ടാവും. അത് ഡിഫറൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ കിലട നമ്മളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തായി ഞാൻ കണ്ടില്ല കിലടത്തായിട്ട്. ഇപ്പോൾ നോർത്തിലാണെങ്കിൽ നോർത്തിൽ, അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആണെങ്കിൽ ഫോറിനേഴ്സ് കുറേ ഈ ടങ്ങൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മനസ്സിലായി. ഈ നാക്കിന് രണ്ടായി കട്ട് ചെയ്തിട്ട് പിന്നെ ഈ കയ്യിലൊക്കെ എന്തോ സംഭവം ചെയ്തിട്ട് പിന്നെ ഇവിടെ ഈ ചെവിൻ്റെ ഇവിടെ പാതി കട്ട് ചെയ്തിട്ട് വിരൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ കുറേ എണ്ണം. പക്ഷേ ഏലിയനാണ് വേണ്ട നടക്കാണ്ടില്ലല്ലോ. ഏലിയനാണ് വേണ്ടത് എന്തോ ഏതോ ഇല്ല. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ വരുന്നുണ്ട് ഇല്ലല്ലോ. അപ്പം ഞാൻ തമിഴ്നാട്ടിലൊരു ഏലിയൻ കിട്ടുന്ന കണ്ടിട്ടുണ്ടെന്നു എൻ്റെ ഇൻസ്റ്റാ നെയിം ഹായ് ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഹായ് ഏലിയൻസ്. അപ്പം നമ്മളൊന്ന് കളർ അടിക്കാൻ നമ്മൾ കണ്ണിലൊക്കെ ഇട്ടില്ല. നമ്മുടെ ഈ കണ്ണൊക്കെ സാധാരണ കണ്ണൊക്കെ ഈ നമ്മുടെ ഇവിടെ വെള്ളയായിരിക്കും. നമ്മുടെ കൃഷ്ണമണിപ്പുറത്തൊക്കെ അവരുടെ പറഞ്ഞാൽ പച്ച, ചുവപ്പ്, നീല, മഞ്ഞ അങ്ങനെയൊക്കെ ഇരിക്കണ്ട. അപ്പോൾ ഹായ് ഏലിയൻസ് ഒക്കെ പിന്നെ പറഞ്ഞു തുടങ്ങും. ഇവിടെയൊക്കെ ടാറ്റു പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ നാക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ കയ്യിൽ ഈ ഒരു വിരലുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഇതിവിടെ തല്ലിവിടെ മുഴയിരിക്കും. അതെന്താ സംഭവം എന്ന് അറിയില്ല. എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഏലിയൻ ഹായ് ഏലിയൻസ് എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ ഏലിയൻ ആ ചെക്കൻ്റെ പേര് വന്നിട്ട് ഹരിഹരൻ എന്നാണ് ഇതിലുള്ളത്. നല്ല പേര് നല്ല പേര്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, ടാറ്റു സ്റ്റുഡിയോ. അപ്പോൾ അത് വന്നിട്ട് ഇവിടെ ലൈസൻസ് ഇല്ലാത്തൊരു സ്റ്റുഡിയോ ആണ്. അത് ഇന്നലെ പോലീസുകാർ പിടിച്ചില്ല. അപ്പോൾ അതിന് ചെറിയ ന്യൂസ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടങ്ക് സ്പ്ലിറ്റ് ചെയ്യില്ലല്ലോ. അവിടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ടങ്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അത് മനസ്സിലായി. 2 നാക്ക് നമുക്കൊക്കെ അങ്ങനെ ഒരു നാക്കല്ലല്ലോ. അതിലെ ഇങ്ങനെ സെൻറ്ററെ കട്ടിയിട്ട് 2 നാക്ക്. ഇനി 3 നോക്കും, ചിലപ്പോൾ 4 നോക്കും, ചിലപ്പോൾ നാക്കേ ഇല്ലാണ്ടാക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരികില്ല. വേണമെങ്കിൽ നോക്കിക്കോ. ഇനിയിപ്പോൾ മനുഷ്യന്മാർ തന്നെ ഏലിയനായി മാറാൻ പോകണം. നമ്മൾ പണ്ടൊക്കെ വേണമെങ്കിൽ കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അങ്ങനെ ഏലിയനായിട്ട് മാറുന്നതും അങ്ങനെ സംഭവങ്ങളൊക്കെ. അല്ല ഏലിയനൊക്കെ ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് മനസ്സിലായി. ഇപ്പോൾ അത് മനുഷ്യന്മാരെ ഏലിയനായി മാറണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ന്യൂസിൻ്റെ കേട്ടോ ഇവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ஹாய் ஏலியன்ஸ், என்ன கட் பண்ண போறோம்னு கேக்குறீங்களா? டங் ஸ்பிளிட் தான். நம்ம டங் வந்து இன்னொரு அளவுக்கு டங் ஸ்பிளிட் பண்ண போறோம். ஸ்டே டியூன் வித் ஏலியன் இமோ பாடி மோஷன் டாட்டூ ஸ்டுடியோ. பை. ഇൻസ്റ്റഗ്രാമിൽ ഏലിയൻ ഇമോ ടാറ്റു പേജിൽ പ്രത്യക്ഷപ്പെടാറുള്ള തിരുച്ചിറപ്പള്ളി സ്വദേശി ഹരിഹരനാണിത്. 1,40,000 ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സാണുള്ളത്. കണ്ണിൽ കളർ ചെയ്ത് വിവിധ ടാറ്റുകൾ അടിച്ച് ഫോളോവേഴ്സിനെ കൂട്ടുന്നയാൾ. ഏലിയൻ ഇമോ ടാറ്റു എന്ന പേരിൽ കക്ഷിക്കൊരു ടാറ്റു സെന്ററുമുണ്ട്. 6 ദിവസം മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയാണ് ഹരിഹരന് വിനയായത്. ഹരിഹരന്റെ ടാറ്റു സെന്ററിൽ തന്നെയാണ് നാവ് മുറിക്കൽ നടന്നത്. പാമ്പിന്റെയോ സിംഹത്തിന്റെയോ രൂപത്തിൽ ഇവിടെ നാവ് മുറിച്ച് നൽകാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കണ്ണിനുള്ളിൽ കളർ ചെയ്യുന്നതിന് 2 ലക്ഷം രൂപയാണ് നിരക്ക്. നാക്കുമുറിക്കൽ വീഡിയോ വൈറലായതോടെ ടാറ്റു സെന്ററിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് ഞെട്ടി. ടാറ്റു സെന്ററിന് ലൈസൻസ് പോലുമില്ല. ഉടൻ തന്നെ ഹരിഹരനെയും സഹായി ജയറാമിനെയും പോലീസ് പിടികൂടി. അതാണ് കിടക്കുന്നത് ഏലിയൻ ഇമോ ടാറ്റു. അതാണ് അതിന് പേര് കിടന്നത്. അപ്പോൾ നാക്ക് പ്രവർത്തന വീഡിയോ വൈറലായവൻ നമ്മൾക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സജഷനിൽ വരുന്നുണ്ട് കിടന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വീഡിയോ കോൾ ചെയ്യുന്നതും ഏലിയൻസായിട്ട് സംസാരിക്കണം. ഏലിയൻസ് പറഞ്ഞാൽ മനുഷ്യന്മാരെ ഏലിയൻസിന്റെ രൂപമായിട്ട് സംസാരിക്കുന്നതൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇപ്പോൾ ലൈസൻസ് ഒന്നും ഇവർക്കില്ല. ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും കൊടുക്കില്ല തോന്നുന്നില്ല. മനസ്സിലായില്ലേ? നാക്ക് ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് കൊടുക്കില്ല. അപ്പോൾ മൂക്കൂത്താൻ കാതൂത്താനെ കൊടുക്കുകയായിരിക്കും ടാറ്റു ചെയ്യാനൊക്കെ. ബട്ട് ഇങ്ങനെ ഈ നാക്ക് മുറിക്കലില്ലേ, കയ്യിൽ അത് ചെയ്യരുത് കൊടുക്കുകയില്ല ഒരിക്കലും എന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ ലൈസൻസ് ഉള്ളവരൊക്കെ പോകുക, അല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ട് ചെയ്യാം. മനസ്സിലായി? എന്തെങ്കിലും കാട്ടിക്കൂട്ടുകൾ നാക്കില്ലാതെ മൂഞ്ചി തിരിയേണ്ടി വരികയില്ല. അതേ പറയാനുള്ളൂ. അപ്പോൾ ഈ ടാറ്റു ചെയ്യുന്നതൊക്കെ നല്ലത് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ലൈസൻസ് ഉള്ളവരുണ്ട്, ലൈസൻസ് ഇല്ലാത്തവരുണ്ട്. ചിലപ്പോൾ ഇങ്കൊക്കെ കിലടൽ വളരെ മോശമായ ഇങ്കുകളൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? എനിക്കിതുപോലെ എൻ്റെ ഫ്രണ്ടിനെ ടാറ്റു അടിച്ചിട്ട് അതുപോലെ കറ പോലെ ആയിരിക്കും. സത്യം പറയല്ലോ. അതാണ്. അപ്പോൾ നല്ല പൈസ കൊടുത്തൊക്കെ അടിക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ ചെയ്യില്ല, അതേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഹരിഹരൻ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനുള്ള സംഭവങ്ങൾ കൊടുത്തത് ആരാണെന്നൊക്കെ നോക്കുന്നുണ്ട്. ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ അവരെയും അറസ്റ്റ് ചെയ്യില്ലടല്ല, അവരുടെ ലൈസൻസ് റദ്ദാക്കും. അപ്പോൾ നമുക്ക് നോക്കാറില്ലടല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇനി റെഗുലർ വീഡിയോ വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് കല്യാണം കാര്യങ്ങളൊക്കെ ആയ കാരണമാണ് നമ്മൾ 10-12 ദിവസം ബ്രേക്ക് എടുത്തത്. അപ്പോൾ ഇനി റെഗുലർ വരികയില്ലടല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.